ഓക്കെ, ഇവിടെ നമ്മൾ മോഡ്യൂൾ 3-ലെ ചാപ്റ്റർ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് ചാപ്റ്ററിന്റെ പേര് പാത്ത് ഇൻഡിപെൻഡൻസ്, പൊട്ടൻഷ്യൽ ഫങ്ഷൻസ് ആൻഡ് കൺസർവേറ്റീവ് ഫീൽഡ്സ് എന്നാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ 3 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ, പേര് പോലെ തന്നെ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പാത്ത് ഇൻഡിപെൻഡൻസ് എന്താണ്, പൊട്ടൻഷ്യൽ ഫങ്ഷൻസ് എന്താണ്, അതേപോലെ കൺസർവേറ്റീവ് ഫീൽഡ്സ് എന്താണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് നേരത്തെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഒരു വെക്റ്റർ ഫങ്ഷൻ എന്താണ്, ഒരു സ്കെയിലാർ ഫങ്ഷൻ എന്താണെന്നുള്ളത്. സോ ഇവിടെ ഇപ്പം അത് ഞാൻ ഈ PDF തന്നെ ചില കാര്യങ്ങൾ എടുത്തിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പഴയ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഒരു വെക്റ്റർ ഫംഗ്ഷന്റെ ഫോം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് അതായത് ക്യാപിറ്റൽ എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് എന്നാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ. ഇതാണ് ഒരു വെക്റ്റർ ഫംഗ്ഷന്റെ ഫോം. വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഐ ജെ കെ അതിനകത്ത് വരും. ഇതൊരു 3 സ്പേസിലെയാണ് കേട്ടോ. എക്സ് വൈ സെഡ് പ്ലെയിനിലെ ഒരു വെക്റ്റർ ഫംഗ്ഷന്റെ കാര്യമാണ് ഈ പറയുന്നത്. സോ ഐ ജെ കെ കമ്പണൻസ് വരും. ഐയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ എക്സ് വൈ സെഡിലുള്ള ഏതോ ഒരു ഫംഗ്ഷൻ എഫ്, അതേപോലെ ജെയുടെ കോഎഫിഷ്യന്റും സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്, അതിനെ ജി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതേപോലെ കെയുടെ കോഎഫിഷ്യന്റ് സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. ഇതിനെയാണ് വെക്റ്റർ ഫംഗ്ഷൻ. വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ, ഐ ജെ കെ കമ്പണൻസ് അതിനകത്തുണ്ടായിരിക്കും. സോ അത്രേ ഉള്ളൂ. ഒരു 3 സ്പേസിലെ വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഐ ജെ കെ കമ്പണൻസ് വരുന്ന ഒരു ഫംഗ്ഷൻ, അതിന്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഈ ഫംഗ്ഷൻ ജനറൽ ഫോം കണ്ടല്ലോ. ഈ വെക്റ്റർ ഫംഗ്ഷന് ഒരു എക്സാമ്പിള് നെക്സ്റ്റ് ഇവിടെ ഒരു പ്രോബ്ലത്തിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു വൈ ഇസഡ് ഐ പ്ലസ് എക്സ് ഇസഡ് ജെ പ്ലസ് എക്സ് വൈ കെ. സോ ഈ ഫോമിലായിരിക്കും ഒരു വെക്റ്റർ ഫംഗ്ഷൻ ഇരിക്കുക. അതായത് ഐ ജെ കെ കമ്പണൻസ് ഉണ്ടായിരിക്കും. അതേപോലെ ഐയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആയിരിക്കും വരിക. അതേപോലെ ജെയുടെ കോഎഫിഷ്യന്റും കെയുടെ കമ്പണന്റും ഒക്കെ അത് തന്നെയാണ് വരിക. ഓക്കെ, സോ ഇതാണ് ഒരു വെക്റ്റർ ഫംഗ്ഷൻ എക്സാമ്പിൾ. വെക്റ്റർ ഫംഗ്ഷൻ അഥവാ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയും. എങ്ങനെ പറഞ്ഞാലും വെക്റ്റർ ഫംഗ്ഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 2 രീതിയിൽ പറയും, വെക്റ്റർ ഫംഗ്ഷൻ അല്ലെങ്കിൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന്. ഓക്കെ, ഇതാണ് ഒന്നാമത് നിങ്ങൾ അറിയേണ്ട കാര്യം. ഇനി രണ്ടാമത് സ്കെയിലാർ ഫംഗ്ഷൻ എന്താണെന്ന്. ഇപ്പൊ നമ്മൾ വെക്റ്റർ ഫംഗ്ഷൻ ആണ് പറഞ്ഞത്. സ്കെയിലാർ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡിനെ നമ്മൾ സ്കെയിലാർ ഫംഗ്ഷൻ എന്ന് പറയും. അതായത് ഇപ്പൊ ഇവിടെ ഈ വൈ സെഡ് എക്സ് സെഡ് ഒക്കെ എന്താണ്, ഫംഗ്ഷൻസ് ഓഫ് എക്സ് വൈ സെഡ് ആണ്. അതായത് ഐയും ജെയും കെയും ഒന്നും ഇല്ല. അതായത് വെക്റ്ററിന്റെ കമ്പണൻസ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് നമുക്ക് ഓൾറെഡി നേരത്തെ അറിയാവുന്ന തരം ഫംഗ്ഷൻസ്, അതായത് എക്സിന്റെയും വൈ സെഡിന്റെയും മാത്രം ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ സ്കെയിലാർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ അറിയാം, ഇപ്പൊ ഇതിനകത്ത് ഈ വൈ എഫ് നമ്മളിപ്പോ ജനറൽ ഫോമിൽ പറഞ്ഞതിൽ ഈ എഫ് ഓഫ് എക്സ് വൈ സെഡ്, ജി ഓഫ് എക്സ് വൈ സെഡ്, എച്ച് ഓഫ് എക്സ് വൈ സെഡ്, ഇത് മൂന്നും എന്താണ്, സ്കെയിലാർ ഫംഗ്ഷൻസ് ആണ്. കാരണം അതിനകത്ത് ഐയും ജെയും കെയും ഒന്നും ഇല്ല ഫംഗ്ഷൻസിനകത്ത്. സോ അതിൽ അങ്ങനത്തെ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ സ്കെയിലാർ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. സോ ഐയും ജെയും കെയും ഒന്നുമില്ല, ജസ്റ്റ് ഫംഗ്ഷൻസ് ഓഫ് എക്സും വൈയും സെഡും. ഓക്കെ, ഐ ജെ കെ വരുന്ന ഫംഗ്ഷൻസിനാണ് നമ്മൾ വെക്റ്റർ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. സോ അതാണ് വെക്റ്റർ ഫംഗ്ഷനും സ്കെയിലാർ ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ, 2 ഫംഗ്ഷൻസ്? ഓക്കെ, ഇനി നെക്സ്റ്റ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നൊരു ഇതാണ് പറയുന്നത്. സോ ഞാനിപ്പോ നിങ്ങൾക്ക് ഇത് നേരത്തെ ടോപ്പിക്സ് അറിയാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് ബ്രാക്കറ്റിലൂടെ സൈഡിൽ ചേർത്തത്. ഈ ഡെൽ എന്നാണ് ഇതിനെ വായിക്കുക. ഈ ഓപ്പറേറ്റർ നോക്കുക. ഈ ഓപ്പറേറ്ററിനെ ഡെൽ എന്നാണ്, അതായത് ഒരു ട്രയാങ്കിള് ഇൻവേർട്ടഡ് ഫോമില് തലകുത്തി നിൽക്കുന്ന പോലത്തെ ആണിത് എഴുതുന്നത്. സോ ഇതിനെ ഡെൽ എന്നാണ് വായിക്കുക. സോ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, ഡെല്ല് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഡെഫിനിഷൻ അറിയണം. ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. സോ ഈ ഓപ്പറേറ്ററിനെ നമ്മൾ ഡെൽ എന്ന് പറയുന്ന ഈ ഓപ്പറേറ്ററിനെ പേരാണ് ഗ്രേഡിയന്റ് എന്ന് പറയാം. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ഓപ്പറേറ്റർ ഡെൽ ആണ്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. അതിനെ ഗ്രേഡിയന്റ്, ആ പേര് ശ്രദ്ധിക്കുക, ഗ്രേഡിയന്റ് എന്നാണ് വിളിക്കുക ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ പേര്. ഓക്കെ, ഇനി ഡെൽ ഫൈ. ഡെൽ ഫൈ മീൻസ് എന്താണ്, ഗ്രേഡിയന്റ് ഓഫ് ഫൈ ആണ് ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മളൊരു സ്കെയിലാർ ഫംഗ്ഷൻ, ഗ്രേഡിയന്റ് ഓഫ് ഈ ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സ്കെയിലാർ ഫംഗ്ഷൻ ആയിരിക്കണം. അതായത് ഐ ജെ കെ കമ്പണൻസ് ഒന്നും ഇല്ല ഈ ഫൈക്കകത്ത്.
സോ ഈ ഡെൽ ഓഫ് ഒരു സ്കെയിലാർ ഫംഗ്ഷൻ ഫൈ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ വരും എന്നുള്ളത്. ഇവിടെ ജസ്റ്റ് ഡെല്ലിനകത്ത് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ ബൈ ഡോ ബൈ ഡോ ഇസഡ് അല്ലേ വരുന്നത്. സോ അത് ഫൈ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. സോ അതാണ് ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ. ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ. ഇതാണ് ഗ്രേഡിയന്റ്. ഡെൽ എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ്. ഇനി ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാർ ഫംഗ്ഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് അല്ലേ. സോ അങ്ങനെ ആണെങ്കിൽ എന്താണ്? ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആണ് ഫൈ. സോ അതിന് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആണെങ്കിൽ നമുക്ക് ആ ഫൈയുടെ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു ഇസഡും ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇത് മീനിങ് ഫുൾ ആണ്. സോ ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ എന്നാണ് വരിക. ഓക്കെ, നെക്സ്റ്റ്. സോ ഇതാണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. സോ ഇത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഇതും എല്ലാം നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അത് ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇന്റഗ്രൽ, ഇതിനകത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ, അതാണ് വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ ഇതിന് മുമ്പത്തെ ചാപ്റ്റർ 3 നമ്മൾ വർക്ക് ഡൺ ഈ ഫോമിൽ വെച്ച് ഒരുപാട് പ്രോബ്ലംസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് വർക്ക് ഡണ്ണിൻ്റെ ആ ഫോമുല മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ആണ്. ഓക്കെ, അത് മാത്രം അറിഞ്ഞാൽ മതി. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഉണ്ടായിരിക്കണം. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണ്, സ്കെയിലാർ ഫംഗ്ഷൻ എന്താണ്, ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ഡെൽ എന്താണ്, അതേപോലെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ, ആ ഫോമുല. അത്രയും 4 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നേരത്തെ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ പാത്ത് ഇൻഡിപെൻഡൻസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. സോ ഡെഫിനിഷൻ ഓഫ് പാത്ത് ഇൻഡിപെൻഡൻസ് ഓഫ് വർക്ക് ഇന്റഗ്രൽസ്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ വർക്ക് കണ്ടുപിടിക്കുന്ന ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ആണെന്ന് പറഞ്ഞത്. സോ ഇനി പാത്ത് ഇൻഡിപെൻഡൻസ്, വർക്ക് ഇന്റഗ്രൽസിന്റെ പാത്ത് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡെഫിനിഷൻ നിങ്ങൾക്ക് ചിലപ്പം 1 മാർക്കിനോളം ചോദിക്കുന്ന ഡെഫിനിഷൻ ആയിട്ട് ഇത് വരാവുന്നതാണ്. Let F be a field defined on an open region capital D in space and suppose that, okay, so F എന്ന് പറയുന്ന ഒരു ഫീൽഡ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, അത്രേ ഉള്ളൂ. And suppose that for any 2 points A and B in D, the work integral A to B F dot D are done. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനുള്ള വർക്കാണ്? That is a work done in moving from A to B is the same over all paths from A to B. Then the integral F dot dr is path independent. അതായത് എഫ് എന്ന് പറയും, ഇത്രേ ഉള്ളൂ. ഞാൻ കൺസെപ്റ്റ് പറഞ്ഞുതരാം. എഫ് എന്ന് പറയുന്നത് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. സോ അങ്ങനെ ആണെങ്കിൽ ആ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റീജിയൻ ആണ് ക്യാപിറ്റൽ ഡി. അവിടുത്തെ 2 പോയിന്റ്സ്, ആ റീജിയനിലെ 2 പോയിന്റ്സ് ആണ് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും. അങ്ങനെ ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള മൂവ് ചെയ്യാനുള്ള വർക്ക്, ആ വർക്കിനെയാണ് നമ്മൾ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ വർക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പം ഇഫ് ദാറ്റ് വർക്ക് ഈസ് ദ സെയിം ഓവർ ഓൾ പാത്സ് ഫ്രം എ ടു ബി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് എ എന്ന് പറയുന്നൊരു പോയിന്റും ബി എന്ന് പറയുന്നൊരു പോയിന്റും ഉണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പല പാത്ത് ഉണ്ടാവും, പല വഴികളുണ്ടാവും എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ. നമ്മൾ ഏത് പാത്തിൽ കൂടെ, ഏത് വഴി ചൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് സെയിം വാല്യൂ എല്ലാ പാത്തിലും, നമ്മൾ ഏത് പാത്തിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും ഈ ഇന്റഗ്രലിന്റെ വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഈ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത്. അതായത് അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഏത് പാത്തിൽ ഇവാലുവേറ്റ് ചെയ്താലും ഈ ഇന്റഗ്രലിന്റെ വാല്യൂ സെയിം ആയിരിക്കും നമുക്ക് കിട്ടുക. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ ഈ വർക്ക് ഡൺ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആറിനെ പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പറയും. ഓക്കെ, സോ എപ്പോഴും എല്ലാ വർക്ക് ഇന്റഗ്രൽസും ഈ ഡെഫിനിഷന്റെ ഹെഡിങ് പാത്ത് ഇൻഡിപെൻഡൻസ് ഓഫ് വർക്ക് ഇന്റഗ്രൽസ് എന്നാണ്. അതിന്റെ മീനിങ് എല്ലാ വർക്ക് ഇന്റഗ്രൽസും പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്നല്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് നമ്മളൊരു വർക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക, എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്ന ആ വർക്ക് ഡൺ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏത് പാത്ത് ചൂസ് ചെയ്തിട്ട് ഈ വർക്ക് ഇവാലുവേറ്റ് ചെയ്താലും ആ ഇന്റഗ്രലിന്റെ വാല്യൂ സെയിം ആണ്
കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് പറയുക, ഈ ഇന്റഗ്രലിനെ പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡസ് നോട്ട് മീൻ എല്ലാ വർക്ക് ഇന്റഗ്രൽസും പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് മീനിങ് ഇല്ല. ഏത് ഇന്റഗ്രൽ ആണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ ഇന്റഗ്രൽസ് മാത്രമായിരിക്കും പാത്ത് ഇൻഡിപെൻഡന്റ്. ഓക്കെ, ഇനി അങ്ങനത്തെ കേസിൽ so then the integral f dot dr is path independent in D and the field f is conservative on D. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ, ഈ വർക്ക് ഇന്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ നമ്മൾ ഈ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫീൽഡിനെ, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനെ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് വിളിക്കും. എഫ് ഇസ് കോൾഡ് കൺസർവേറ്റീവ് ഫീൽഡ് ഓൺ ഡി. അങ്ങനത്തെ കേസിൽ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എന്താണ്, എഫ് എന്ന് പറയുന്ന ഫീൽഡ് കൺസർവേറ്റീവ് ഫീൽഡാണ്. ഓക്കെ, സോ ക്ലിയർ ആണോ ഈ ഡെഫിനിഷൻ, പാത്ത് ഇൻഡിപെൻഡന്റും കൺസർവേറ്റീവ് ഫീൽഡും? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഡെഫിനിഷനിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ആദ്യം ഇത് പാത്ത് ഇൻഡിപെൻഡൻസിന് ജസ്റ്റ് നിങ്ങൾക്ക് ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ സിലബസിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് പൊട്ടൻഷ്യൽ ഫങ്ഷൻസ്. കൺസർവേറ്റീവ് ഫീൽഡ് നമ്മളിപ്പോൾ പറഞ്ഞു, അതായത് ഒരു വർക്ക് ഇന്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ആ കേസിൽ എഫിനെ നമ്മൾ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് വിളിക്കും. ഇനി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താണെന്ന് അതാണ് അടുത്ത ഡെഫിനിഷൻ പറയാൻ പോകുന്നത്. അത് ശ്രദ്ധിക്കുക. ഇഫ് ക്യാപിറ്റൽ എഫ് ഇസ് എ ഫീൽഡ് ഡിഫൈൻഡ് ഓൺ ഡി, നേരത്തെ പോലെ തന്നെ നമ്മൾ പാത്ത് ഇൻഡിപെൻഡൻസിന്റെ ഡെഫിനിഷൻ കണ്ട പോലെ തന്നെ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് മീൻസ് ഇത്രയേ ഉള്ളൂ, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. സോ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന റീജിയൻ ആണ് ഡി. ആൻഡ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ. ഞാൻ ഡെൽ ഫൈ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇതാണ്, ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ഈ എഫ് എന്ന് പറയുന്നതിനെ നമുക്ക് ഡെൽ ഓപ്പറേറ്റർ ഓഫ് സം ഫംഗ്ഷൻ ഫൈ ഫോർ സം സ്കെയിലാർ ഫംഗ്ഷൻ ഫൈ. ഞാൻ പറഞ്ഞു ഈ ഡെൽ ഫൈ എടുക്കുമ്പോൾ ഈ ഫൈ എന്ന് പറയുന്നത് സ്കെയിലാർ ഫംഗ്ഷൻ ആണ്. സോ എഫ് എന്ന് പറയുന്ന ഫീൽഡിനെ അല്ലെങ്കിൽ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനെ നമുക്ക് ഡെൽ ഓഫ് സം സ്കെയിലാർ ഫംഗ്ഷൻ ഫൈ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ ദെൻ ഫൈ ഈസ് കോൾഡ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എഫ്. ആ കേസിൽ ഈ ഫൈയെ വിളിക്കുന്നതാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എഫ്. അതായത് ഇത്രയേ ഉള്ളൂ ഈ ഡെഫിനിഷൻ പറയുന്നത്. ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ നമുക്കുണ്ട്. ക്യാപിറ്റൽ എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ, ഫൈ എന്ന് പറയുന്നത് സം സ്കെയിലാർ ഫംഗ്ഷൻ. സോ എഫിനെ ഡെൽ ഓപ്പറേറ്റർ ഡെൽ ഓഫ് സം സ്കെയിലാർ ഫംഗ്ഷൻ ഫൈ, അതായത് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ഈ ഫൈയെ എന്ത് വിളിക്കും, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എഫ് എന്ന് വിളിക്കും. എന്തിനാണ് വിളിക്കുന്ന പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ? ഫൈയെ ആണ് ആ കേസിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് ഫോർ എഫ് എന്ന് വിളിക്കുക. എന്നാൽ ഈ കേസിൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആവുന്ന കേസിൽ ഫൈയെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ആ കേസിൽ എഫിനെ എന്ത് വിളിക്കും? ഇൻ ദാറ്റ് കേസ് എഫ് ഇസ് എ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്, അതായത് കൺസർവേറ്റീവ് ഫീൽഡ് എന്ന്. ഒരു സംശയം വരരുത്, നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാലും ഇവിടെ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് എഴുതി, രണ്ടും സെയിം തന്നെയാണ്. എഫ് കൺസർവേറ്റീവ് ആണ്, അത്രേ ഉള്ളതിന്റെ മീനിങ്. ഇവിടെ നമുക്ക് എന്താണ്, പാത്ത് ഇൻഡിപെൻഡന്റ് ആവുന്ന കേസിലും എഫ് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് എഴുതാം. അത് അവിടെ അങ്ങനെ എഴുതിയില്ല എന്നേ ഉള്ളൂ, കൺസർവേറ്റീവ് ആണ് എഫ്, അത്രേ ഉള്ളൂ. സോ കൺസർവേറ്റീവും കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡും തമ്മിൽ കൺഫ്യൂഷൻ ഒന്നും വരില്ല, രണ്ടും എഫ് കൺസർവേറ്റീവ് ആണ് എന്ന മീനിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു, സോ ഈ ഡെഫിനേഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈയെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എഫ് എന്ന് വിളിക്കും. ആ കേസിൽ എഫിനെ എന്ത് വിളിക്കും? കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് വിളിക്കും. സോ നമ്മളിപ്പോൾ നോക്കിയ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. എഫ് കൺസർവേറ്റീവ് ഫീൽഡ്, എഫിനെ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻസ് ആണ്. എന്ത്? ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ നമ്മൾ പറയും എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. അതേപോലെ തന്നെ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ ആ കേസിൽ നമ്മൾ എന്ത് പറയും? എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. എഫ് ഇസ് ഈക്വൽ, പിന്നെ ഒരു കാര്യം കൂടെ, എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ ഫൈയെ നമ്മൾ എന്ത് വിളിക്കും? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ എഫ് എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും കാര്യം? ഓക്കെ, നെക്സ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഫണ്ടമെന്റൽ തിയറം ഓഫ് വർക്ക് ഇന്റഗ്രൽസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ തിയറത്തിന്റെ പ്രൂഫ് ഒന്നുമില്ല, പക്ഷെ ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് വർക്ക് ഇന്റഗ്രൽസ്. സപ്പോസ് ദാറ്റ് ക്യാപിറ്റൽ ഒരു വെക്ടർ ഫംഗ്ഷൻ ആണ് ഇവിടെ എടുക്കുന്നത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ. ഇത് ജനറൽ ഫോം ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. Suppose that capital F is a conservative field. So conservative field എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് F is equal to del phi എന്ന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഒരു ഫംഗ്ഷൻ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ
ഈ വർക്ക് ഇന്റഗ്രലിന്റെ പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകണ്ട. നമുക്ക് എപ്പോഴും എഫ് കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് മനസ്സിൽ വരേണ്ടത് ഈ സെക്കൻഡ് ഡെഫിനിഷൻ ആണ്. ഓക്കെ, ഈ ഫസ്റ്റ് ഡെഫിനിഷൻ ജസ്റ്റ് വർക്ക് ഇന്റഗ്രലിന്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും എന്നാണ്. ഓക്കെ, so suppose that capital F is a conservative field in some open region D. F define ചെയ്തിരിക്കുന്ന region ആണ് D. Containing the points. ആ region D യിൽ രണ്ട് points ഇവിടെ പറയുന്നുണ്ട്. x0, y0, z0 and x1, y1, z1. And that f of xyz, g of xyz and h of xyz are continuous in this region. അതേപോലെ ഈ f ഉം g ഉം h ഉം continuous functions ആയിരിക്കണം ഈ D എന്ന് പറയുന്ന region. Okay. ഇനി നെക്സ്റ്റ് ഇഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ ഓഫ് എക്സ് വൈ സെഡ്. അതിവിടെ നമ്മൾ എടുക്കാൻ കാരണം എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ ഓഫ് എക്സ് വൈ സെഡ്. ആൻഡ് ഇഫ് സി ഈസ്, ഇനി നെക്സ്റ്റ് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ആൻഡ് ഇഫ് സി ഈസ് എനി പീസ് വൈസ് സ്മൂത്ത് പാരാമെട്രിക് കർവ് ദാറ്റ് സ്റ്റാർട്ട്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ആൻഡ് എൻഡ്സ് അറ്റ് എക്സ് വൺ വൈ വൺ സെഡ് വൺ. ഇനി ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു കർവ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ് സി എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ടും എൻഡ് ചെയ്യുന്ന പോയിന്റ് എക്സ് വൺ വൈ വൺ സെഡ് വണ്ണോ. ഈ രണ്ട് പോയിന്റ്സും ഈ റീജിയൻ ഡിയിലുണ്ടെന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. ഓക്കെ, ആൻഡ് ലൈസ് ഇൻ ദ റീജിയൻ ഡി. ഈ കർവ്, ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന കർവ് ആണ് സി. ഈ സി എന്ന് പറയുന്ന കർവും ഈ റീജിയൻ ഡി എന്ന് പറയുന്ന ഈ റീജിയൻ അകത്ത് തന്നെയുണ്ട്. അങ്ങനാണെങ്കിൽ ഈ തിയറം പറയുന്ന ഇതാണ്, ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡോട്ട് ഡി ആർ, അതായത് എഫ് ഡോട്ട് ഡി ആർ. ഈ എഫ് ഓഫ് എക്സ് വൈ സെഡ് നമ്മൾ എപ്പോഴും എഴുതണം എന്നില്ല, വെറും എഫ് എന്ന് എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും സെയിം ആണ്. ഓക്കെ, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓവർ സി, എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണ് തന്നിട്ടുള്ള കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു എഫിനെ ഡെൽ ഫൈ എന്ന് എഴുതാം. സോ അതുകൊണ്ടാണ് ഇതിനെ എഫിനെ മാറ്റി എനിക്ക് എന്ത് കൊടുക്കാം? ഡെൽ ഫൈ എന്ന് കൊടുക്കാം. സോ ഡെൽ ഫൈ ഇന്റഗ്രൽ ഓവർ സി ഡെൽ ഫൈ ഡോട്ട് ഡി ആർ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ തിയറം വെച്ച് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാര്യം, ഇത് നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആയതുകൊണ്ട് ഇങ്ങനെ മാറ്റി എഴുതാം. ഇനി ഈ റിസൾട്ട് വെച്ച് നമുക്ക് കിട്ടുന്ന കാര്യം ഇതാണ്, ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ ഫോമിൽ ഉപയോഗിച്ചാൽ മതി. ദിസ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് വൺ വൈ വൺ സെഡ് വൺ. ഫൈ എന്ന് പറയുന്ന സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്, അവിടെ എക്സ് വൺ വൈ വൺ സെഡ് വൺ ഈ പോയിന്റ് കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതാണ് ഫൈ ഓഫ് എക്സ് വൺ വൈ വൺ സെഡ് വൺ മൈനസ് ഫൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. സോ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് വർക്ക് ഇന്റഗ്രൽസ് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇവിടെ പറയുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി എഫ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് കൺസർവേറ്റീവ്, അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിലാണ് നമുക്ക് വർക്ക് ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തിയറം യൂസ് ചെയ്യാം. ഓക്കെ, സോ എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ വെക്റ്റർ ഫംഗ്ഷൻ ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ, അതായത് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ ഈ ഫോമുല അപ്ലൈ ചെയ്യാം. അത്രയും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സോ ഇന്റഗ്രൽ ഓവർ സി, അതേപോലെ ഈ രണ്ട് പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കണം. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഈ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്, എക്സ് വൺ വൈ വൺ സെഡ് വൺ എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ആ കർവിൽ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കണം. അങ്ങനത്തെ കേസിൽ നമുക്ക് വർക്ക് ഇന്റഗ്രൽസ്, ഈ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഞാൻ ആദ്യമേ പറഞ്ഞു വർക്ക് ഇന്റഗ്രൽ ആണിത്. സോ വർക്ക് ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കാം. അത്രയും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സോ ഫണ്ടമെന്റൽ തിയറം ഫോർ വർക്ക് ഇന്റഗ്രൽസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എഫ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫംഗ്ഷൻ തരുന്നു, അത് കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ, അതായത് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആണെങ്കിൽ നമുക്ക് വർക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇവാലുവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഫൈ ഓഫ് എക്സ് വൺ വൈ വൺ സെഡ് വൺ മൈനസ് ഫൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് പ്രോബ്ലത്തിൽ ഈ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കണം, അതേപോലെ ഈ രണ്ട് പോയിന്റ്സും തന്നിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോമുല ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യാം. അല്ലാതെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമുക്ക് എന്തായാലും ഈ രീതിയിൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ക്വസ്റ്റ്യൻ പ്രോബ്ലത്തിലേക്ക് പോവാം. ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫീൽഡ്. സോ ഇവിടെ എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു yzi plus xzj plus xyk is equal to del of xyz. So f കൺസർവേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ f is equal to del phi എന്ന് എക്സ്പ്രസ് ചെയ്യാം. ആ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് del of xyz.
സോ ഈ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഇവിടെ എക്സ് വൈ സെഡ്, എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. Along any smooth curve C joining the points -139 to 1,6 - 4. ഓക്കെ, സോ ഇവിടെ നമുക്ക് വേണ്ടുന്ന എല്ലാം തന്നിട്ടുണ്ട്. എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എഴുതാം. ഇവിടെ ഫൈയും തന്നിട്ടുണ്ട്. എന്താണ് ഫൈ? ഫൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? എക്സ് വൈ സെഡ്. സോ നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് വർക്ക് ഇന്റഗ്രൽസ് അപ്ലൈ ചെയ്യാം. ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് വർക്ക് ഇന്റഗ്രൽസ്, ഓക്കെ, വർക്ക് ഡൺ ആണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ വർക്ക് ഡൺ. സോ വർക്ക് ഡൺ W is equal to ജനറൽ ഫോർമുല ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആർ. സോ അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ ഓവർ സി ഡെൽ ഫൈ ഡോട്ട് ഡി ആർ എന്ന് എഴുതാം. ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് വർക്ക് ഇന്റഗ്രൽസ് എന്ന് കിട്ടുന്നത്. എന്ത് ചെയ്താൽ മതി? ഫൈ ഓഫ് എക്സ് വൺ വൈ വൺ സെഡ് വൺ മൈനസ് ഫൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് ടു. അപ്പൊ നമ്മൾ ഏത് പോയിന്റ് എക്സ് വൺ വൈ വൺ സെഡ് വൺ ആയിട്ടും എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ആയിട്ട് എടുക്കും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം തന്നിരിക്കുന്ന പോയിന്റ് ആണ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് എടുക്കേണ്ടത്. രണ്ടാമത് തന്നിരിക്കുന്ന പോയിന്റ് ആണ് എക്സ് വൺ വൈ വൺ സെഡ് വൺ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, സോ അങ്ങനെ ആണെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെ ഏത് പോയിന്റ് എടുക്കണം? എക്സ് വൺ വൈ വൺ സെഡ് വൺ എന്ന് പറയുന്ന 1,6 - 4 എന്ന് പറയുന്ന പോയിന്റാണ്. സോ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഫൈ ഓഫ് ദിസ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് 1,6 - 4 മൈനസ് ഫൈ ഓഫ് -139. ഇനി ഫൈ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനിൽ എക്സിന്റെ പ്ലേസിൽ 1, വൈയുടെ പ്ലേസിൽ 6, ഇസഡിന്റെ പ്ലേസിൽ -4 കൊടുക്കുന്നതാണ് ഫൈ ഓഫ് 1 - 6 4. അതുകൊണ്ട് അതിനെ എനിക്ക് ഒരു സ്റ്റെപ്പ് കൊണ്ട് എഴുതിയാൽ എങ്ങനെ എഴുതാം? ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് വൈ സെഡ് ആണ്. സോ എക്സ് വൈ സെഡ് ഒരു സ്ലാഷ് ഇട്ടിട്ട് താഴത്തെ 1,6 - 4 എന്ന് എഴുതും. ഇത് വായിക്കുന്ന ഇങ്ങനെയാണ്: എക്സ് വൈ സെഡ് ഇവാലുവേറ്റഡ് അറ്റ് ദ പോയിന്റ് 1,6 - 4 മൈനസ്, ഇനി അടുത്ത് ഇതെങ്ങനെ എഴുതാം? ഫൈ ഓഫ് -139. ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് വൈ സെഡ് തന്നെ. സോ എക്സ് വൈ സെഡ് ഇവാലുവേറ്റഡ് അറ്റ് ദ പോയിന്റ് -139. സോ അത് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് ഫസ്റ്റ് ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് അല്ലേ. സോ 1 × 6 × -4 മൈനസ് എന്ത് വരും? -1 × 3 × 9. സോ -24 + 27 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ ഇത് നമുക്ക് പെട്ടെന്ന് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് തന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ. സോ ക്ലിയർ ആണോ ഇത്? ഈ പ്രോബ്ലവും പറഞ്ഞ കൺസെപ്റ്റും ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഓക്കെ, വേറെ ആരും എന്താ മിണ്ടാത്ത? ഒരാൾ തന്നെയാണല്ലോ റെസ്പോണ്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഇടയ്ക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേരം തന്നെ ഓഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഒന്നുകൂടെ പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. Second question, evaluate the integral I is equal to integral over C 3x square dx plus 2yz dy plus y square dz from A എന്ന് പറയുന്ന പോയിന്റ് 012 to B എന്ന് പറയുന്ന പോയിന്റ് 1 - 17 by showing that F has a potential. സോ ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സെക്ഷനിലും ഇതേ രീതിയിലൊരു പ്രോബ്ലം ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഇത് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇവിടെ നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഇന്റഗ്രൽ നിങ്ങൾ നോക്കുക. വർക്ക് ഡൺ കണ്ടുപിടിക്കാനൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റഗ്രൽ ഓവർ സി എന്താണ്? 3x² dx plus 2yz dy plus y square dz. സോ നമുക്ക് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ ഇത് ശരിക്കും ഇന്റഗ്രൽ ഓവർ ഡി എഫ് ഡോട്ട് ഡി ആർ തന്നെയാണ്. എഫ് ആയിട്ട് ഏത് ഫംഗ്ഷൻ ആണ് എടുക്കുക? അതായത് ഈ ഡി എക്സ് ഡി വൈ ഡി സെഡ് മാറ്റി ഐ ജെ കെ കൊടുത്താൽ മതി. സോ എഫ് ഞാൻ എങ്ങനെ എടുക്കുന്നു? 3x² i. ഇവിടെ നോക്കാം, ഈ ഐ ഡി എക്സ് ഡി വൈ ഡി സെഡ് മാറ്റി ഐ ജെ കെ കൊടുത്താൽ മതി. സോ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. എഫ് ആയിട്ട് എങ്ങനെ എടുക്കണം? 3x² i plus 2yz j plus y square k. ഓക്കെ, കാരണം എഫ് ഡോട്ട് ഡി ആർ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ വരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ ഞാൻ നേരത്തെ പറയുന്നുണ്ട്. സോ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ എഫ് ഡോട്ട് ഡി ആറിൽ ആർ എന്ന് പറയുന്നത് xi plus y, അത് കഴിഞ്ഞ ചാപ്റ്ററിൽ നോക്കിയാൽ അറിയാം. xi plus yj plus zk എന്ന് പറയുന്ന വെക്ടറാണ് എടുക്കുന്നത്. ഓരോ കോളത്തിലും എക്സും വൈയും സെഡും മാറും. ഓക്കെ, എന്നാലും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ആർ എന്ന് പറയുന്ന വെക്ടർ xi plus yj plus zk എന്നാണ് ജനറൽ ആയിട്ട് എടുക്കുക. സോ ഡി ആർ ആണ്, എഫ് ഡോട്ട് ഡി ആർ അല്ലേ നമ്മുടെ വർക്ക് ഡണ്ണിൽ. സോ ഡി ആർ എടുക്കുമ്പോൾ എന്ത് വരും? dxi plus dyj plus dzk എന്ന് വരും. സോ ഈ എഫ് സോ അതും ഒരു വെക്ടറാണ്. ഡി ആർ എന്ന് പറയുന്ന വെക്ടർ എന്താണ് ജനറൽ ഫോം? dxi plus dyj plus dzk. സോ ഐ ജെ കെ കമ്പണൻസ് ഉള്ള ഒരു വെക്ടറാണ് ഡി ആർ. സോ ഈ എഫ് എന്ന് പറയുന്ന ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ എഫ് ഡോട്ട് ഡി ആർ എടുത്താൽ എന്താണ്?
ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ജസ്റ്റ് ഐയുടെ കമ്പണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, കെയുടെ കമ്പണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, അങ്ങനെയാണ് വരിക. സോ എഫിന്റെ ഐയുടെ കമ്പണന്റ് എന്താണ് 3x² ഇൻറ്റു ഡി ആറിന്റെ ഐയുടെ കമ്പണന്റ് എന്താണ് dx. സോ 3x² dx വരും. നെക്സ്റ്റ് എന്ത് വരും? പ്ലസ് 2yz dy പ്ലസ് y² dz. സോ ഇത് എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത്. നിങ്ങളിപ്പം കഴിഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇവിടെ dx dy dz മാറ്റി ijk കൊടുത്താൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ആക്ച്വലി എഫ് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ അത് അറിയാൻ വയ്യാത്തവര്, കഴിഞ്ഞ ചാപ്റ്ററിൽ അതുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഇത് കാണുമ്പോഴേ മനസ്സിലാവും. ഇനി അത് അറിയാൻ വയ്യ, നിങ്ങൾക്ക് അറിയാൻ വയ്യ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇത്ര അറിഞ്ഞാൽ മതി. എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന ഫോമിലാണ് ഈ dx dy dzന്റെ കമ്പണൻസ് വന്നാൽ ഇത് കിടക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എഫ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ dx dy dz മാറ്റി ijk കൊടുത്താൽ മതി. അപ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ ആണ് എഫ്. സോ എഫ് എന്ന് പറയുന്നത് 3x² പ്ലസ് 2yz പ്ലസ് y² എന്നാണ്. കൂടാതെ ഈ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന ഫോമിലാണ്. അത്ര അറിഞ്ഞിരിക്കും. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ബൈ ഷോയിങ് ദാറ്റ് എഫ് ഹാസ് എ പൊട്ടൻഷ്യൽ. എഫിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. എഫിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. എന്താണ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എക്സ്പ്രസ് ചെയ്താൽ ഫൈയെ നമ്മൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ്? എഫിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം ഫോർ സം സ്കെയിലാർ ഫംഗ്ഷൻ ഫൈ. സോ ആദ്യം അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനുശേഷം എന്താണ്? അതിനുശേഷം ആ ഫൈ ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് ഈ ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്ത് നേരത്തെ പ്രോബ്ലം ചെയ്ത പോലെ ഫൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഈ 2 പോയിന്റ്സിൽ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സോ ആ ഫൈ കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബൈ ഷോയിങ് ദാറ്റ് എഫ് ഹാസ് എ പൊട്ടൻഷ്യൽ. സോ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആകുന്ന രീതിയിൽ ഒരു ഫൈ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഈ പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യണം. അതാണ് ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ എഫ് എഴുതി. ഇനി എഫിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഞാൻ അസ്യൂം ചെയ്യാൻ പോവാണ്. എനിക്ക് ഈ ഫൈ കണ്ടുപിടിക്കണമല്ലോ, എഫിന്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. സോ അതിന് വേണ്ടിയിട്ട് ഇഫ് എഫ് ഹാസ് എ പൊട്ടൻഷ്യൽ, എഫിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എഫിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? then f is equal to del phi എന്ന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും ഫോർ സം ഫംഗ്ഷൻ phi. ഓക്കെ, ഞാൻ ഇനി എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എഫ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എഫിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3x² പ്ലസ് 2yz പ്ലസ് y² is equal to del phi. del phi ഞാൻ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. del phi എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക? ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 2 സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഐയും ജെയും കെയും കമ്പണൻസ് ഉള്ള ഒരു വെക്ടറാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പണൻസ് 2 സൈഡിലും ഇക്വേറ്റ് ചെയ്യാം. സോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, ഇക്വേറ്റിംഗ്. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആകുന്ന രീതിയിൽ ഫൈ കണ്ടുപിടിക്കാൻ നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതെല്ലാം ചെയ്യുന്നത് ഇതേ ഫോർമാറ്റിലാണ്. സോ ഇത് ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന രീതി എക്സ്പ്രസ് ചെയ്ത് ഫൈ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത്. സോ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റത്തെ ഒരു പ്രോബ്ലം ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. സോ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ. സോ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുന്നു. സോ എന്താണ് ഇവിടെ 3x² എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഡോ ഫൈ ബൈ ഡോ എക്സ്. സോ ഇക്വേറ്റ് ചെയ്യുന്നു. ഡോ ഫൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 3x² എന്ന് കിട്ടും. അതേപോലെ ഡോ ഫൈ ബൈ ഡോ വൈ എന്ത് കിട്ടും? 2yz. നെക്സ്റ്റ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് എന്ത് കിട്ടും? y². സോ നമുക്ക് ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് ആണ്. ഫൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു ഇസഡ് എൻ്റെ കയ്യിലുണ്ട്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. സോ അങ്ങനെയാണെങ്കിൽ ഫൈ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ താഴത്തേക്ക് പറയുന്നത്. സോ ആദ്യം നമുക്ക് ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഫൈ കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു. ടേക്ക് ഡോ ഫൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 3x². സോ ഇതൊരു ഡെറിവേറ്റീവ് അല്ലേ? ഫൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ അതിനെ ഇതിൽ നിന്ന് ഫൈ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ ഡോ ഫൈ ബൈ ഡോ എക്സിൽ നിന്ന് ഫൈ, ഇത് ഫൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ? സോ ഇതിൽ നിന്ന് ഫൈ കിട്ടണമെങ്കിൽ എന്താണ്? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം, ഓപ്പോസിറ്റ് പ്രോസസ് ചെയ്യണം. ഇന്റഗ്രേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ഫൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി. അതിൽ നിന്ന് ഫൈ കിട്ടണമെങ്കിൽ റിവേഴ്സ് പ്രോസസ് ആയി ഇന്റഗ്രേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നു. സോ ആൻഡ് ഇന്റഗ്രേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദെൻ വി ഗെറ്റ്. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡോ ഫൈ ബൈ ഡോ എക്സിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഈ ഡെറിവേറ്റീവും ഇന്റഗ്രേഷനും റിവേഴ്സ് പ്രോസസ്, അത് ക്യാൻസൽ ആയി പോയിട്ട് ഫൈ മാത്രം വരും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കിട്ടുന്ന ഇതാണ് ഫൈ ഈസ് ഈക്വൽ ടു. റൈറ്റ് സൈഡിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ഇന്റഗ്രൽ 3x² dx. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടും. ആ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനെ ഞാനിവിടെ ജി ഓഫ് വൈ ഇസഡ്, അതായത് ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ എന്ന് പറയുന്ന വൈയും ഇസഡ്, ആ ഫംഗ്ഷനകത്തുള്ള വേരിയബിൾസ് ആണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്ത വൈയും ഇസഡും. സോ ഇറ്റ് ഈസ് എ
ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് ഇസഡ് ആയിരിക്കും. കാരണം എന്താ, ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ശ്രദ്ധിക്കുക, ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിലും വൈയിലും ഇസഡിലും ഉള്ളൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനെ ഞാനിപ്പോൾ എന്താണ് ഞാനിവിടെ ഇന്റഗ്രേറ്റ് ചെയ്തത് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇന്റഗ്രേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡെറിവേറ്റീവ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ എന്താണ്, ബാക്കി വേരിയബിൾസ് വൈയും ഇസഡും കോൺസ്റ്റന്റ് ആയിട്ടല്ലേ നിങ്ങൾ എടുക്കുക. അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് ചെയ്യുമ്പോഴും നമ്മൾ എന്താണ്, ഫൈ എന്ന് പറയുന്നതിനകത്ത് 3 വേരിയബിൾസ് ഉണ്ട്. സോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ബാക്കി 2 വേരിയബിൾസിനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസ്റ്റന്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ വേരിയബിൾസ് ആണ്, വൈയും ഇസഡും. സോ ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി എന്നല്ല നമ്മൾ കൊടുക്കുക, എന്താണ്, സം ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് ഇസഡ്, അത് ജി ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നേ ഉള്ളൂ. സോ അങ്ങനെയാണ് ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ് ജി ഓഫ് വൈ ഇസഡ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇന്റഗ്രൽ 3x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 3 into x³ / 3. സോ അത് പ്ലസ് ഈ ജി ഓഫ് വൈ ഇസഡ്, സോ ദാറ്റ് ഈസ് x³ പ്ലസ് ജി ഓഫ് വൈ ഇസഡ്. സോ ഫൈ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഈ ഫൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിനകത്തൊരു ഫംഗ്ഷൻ ഉണ്ട് ജി ഓഫ് വൈ ഇസഡ്, വേർ ജി ഓഫ് വൈ ഇസഡ് ഈസ് ആൻ ആർബിട്രറി ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് ഇസഡ്. സോ അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യാൻ ഇനി 2 കണ്ടീഷൻസ് കൂടെ നമുക്ക് റിമെയിൻ ചെയ്യുന്നുണ്ട്, ഡോ ഫൈ ബൈ ഡോ വൈ, ഡോ ഫൈ ബൈ ഡോ ഇസഡ്. ഈ 2 കണ്ടീഷൻസ് ഉപയോഗിച്ച് ഈ ജിയും കൂടെ കണ്ടുപിടിച്ചാൽ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫൈ കിട്ടും. ഓക്കെ, സോ അതിനു വേണ്ടി ഇപ്പൊ നമുക്ക് കിട്ടിയത് ഫൈ ഈസ് ഈക്വൽ ടു x³ പ്ലസ് ജി ഓഫ് വൈ ഇസഡ് ആണ്. ഇനി നമുക്കിവിടെ ഒരു കണ്ടീഷൻ നെക്സ്റ്റ്, രണ്ടാമത്തെ കണ്ടീഷൻ ഡോ ഫൈ ബൈ ഡോ വൈ ആണ്. സോ ഞാൻ ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടിയ ഫൈയെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്, ഡിഫറൻഷിയേറ്റ് ഫൈ വിത്ത് റെസ്പെക്ട് ടു വൈ. സോ വൈയെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു വൈ. സോ ഡോ ഫൈ ബൈ ഡോ വൈ കണ്ടുപിടിച്ചാൽ എന്താണ്, x³ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുത്താൽ എന്താണ്, x³ കോൺസ്റ്റന്റ് ആണ്, സോ 0 കിട്ടും. പ്ലസ് ജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് ഇസഡ്. സോ ജിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. സോ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ എന്ന് വരും. സോ ദാറ്റ് ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ വൈ എന്ന് നമുക്ക് കിട്ടും. ഇനി ഇപ്പൊ നമുക്ക് ഡോ ഫൈ ബൈ ഡോ വൈ അല്ലേ കിട്ടിയത്, പക്ഷെ നമുക്ക് ഓൾറെഡി ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 2y z എന്നുണ്ട്. ഇനി ആ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡോ ഫൈ ബൈ ഡോ വൈ ഇവാലുവേറ്റ് ചെയ്തത്. സോ ബട്ട് വി ഹാവ് ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 2y z. ഈ 2 ഇക്വേഷൻസ് കമ്പയർ ചെയ്താൽ എന്താണ്, രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ഈക്വേറ്റ് ചെയ്യാം. സോ കമ്പയറിംഗ് ദിസ് വി ഗെറ്റ് എന്താണ്, ദിസ് ഡോ ജി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 2y z എന്ന് കിട്ടും. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ജി കണ്ടുപിടിക്കണം. ഓക്കെ, ജി കണ്ടുപിടിച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ 5 കിട്ടുള്ളൂ. സോ ജി കണ്ടുപിടിക്കാൻ ഇപ്പം എന്താണ്, ഈ ജിയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ ഉള്ളത്. സോ ഇതിൽ നിന്ന് ജി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന്റെ റിവേഴ്സ് പ്രോസസ് ചെയ്യണം, അതായത് ഇന്റഗ്രേറ്റിംഗ് ദിസ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. നമ്മൾ നേരത്തെ എന്താണ് ഡോ ഫൈ ബൈ ഡോ എക്സിനെ എന്താണ് ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തപ്പോഴല്ലേ ഫൈ കിട്ടിയത്. സോ അതുപോലെ ഇവിടെ ഡോ ജി ബൈ ഡോ വൈ ആണ്, വിത്ത് റെസ്പെക്ട് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണിത്. ഇതിൽ നിന്ന് ജി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു വൈ. സോ ഇന്റഗ്രേറ്റിംഗ് ദിസ് വിത്ത് റെസ്പെക്ട് ടു വൈ വി ഗെറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്, ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് ജി മാത്രം വരും. ജി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2y z dy. ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ 2y z dy പ്ലസ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്താണ് വരിക, h ഓഫ് z. കാരണം എന്താ, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇവിടെ ജി എന്ന് പറയുന്ന ഫംഗ്ഷനല്ല നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത്, ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അകത്തുള്ള വേരിയബിൾസ് വൈയും ഇസഡും ആണ്. ഇപ്പൊ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പൊ മറ്റേ വേരിയബിൾ ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ അവിടെ കോൺസ്റ്റന്റ് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സം ഫംഗ്ഷൻ ഓഫ് ഇസഡ് ആണ് വരിക. അതിനെ ഞാൻ എച്ച്, ആ ഫംഗ്ഷനെ എച്ച് എന്ന് ഡിനോട്ട് ചെയ്യുന്നേ ഉള്ളൂ. സോ എച്ച് ഓഫ് ഇസഡ് എന്ന് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ്. സോ ഇപ്പൊ എന്താ കിട്ടിയത്, ജി ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ ഇവിടെ 2z എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ്. സോ 2z ഔട്ട്സൈഡ് എടുക്കുന്നു, ഇന്റഗ്രൽ y dy പ്ലസ് h ഓഫ് z. ദാറ്റ് ഈസ് 2z ഇൻറ്റു ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y² / 2 പ്ലസ് h ഓഫ് z. 2 and 2 ഗെറ്റ് ക്യാൻസൽ. സോ ദിറ്റ് ഈസ് y² z പ്ലസ് h ഓഫ് z. സോ ഇപ്പൊ ജി എനിക്ക് കിട്ടി y² z പ്ലസ് h ഓഫ് z. നമുക്ക് വേണ്ടുന്ന ഫൈ ആണ്. സോ ഫൈയില് ഈ ജി ഉണ്ട്. സോ ഈ ജിയുടെ പ്ലേസിൽ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, y² z പ്ലസ് h ഓഫ് z എന്ന്. സോ ഫൈ എന്താവും, x³ പ്ലസ് y² z പ്ലസ് h ഓഫ് z എന്നാവും. സോ ഫൈ ഈസ് x³ പ്ലസ് y² z പ്ലസ് h ഓഫ് z. ഓക്കെ, ഇനി ഈ h ഓഫ് z കൂടെ കണ്ടുപിടിക്കണം. h എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഈ ഫൈക്കകത്തുണ്ട്, അതും കൂടെ കണ്ടുപിടിച്ചാലേ ഫൈ പൂർണ്ണമായിട്ടും കിട്ടുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഫൈ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഇനി എന്താണ്, നേരത്തെ പോലെ തന്നെ ഇപ്പൊ എന്താണ്,
ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ. ആദ്യം എഴുതിയതിൽ മൂന്നാമത്തെ കണ്ടീഷൻ ഉപയോഗിക്കാനുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഡോ ഫൈ ബൈ ഡോ ഇസഡ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഇപ്പൊ കിട്ടിയ ഈ ഫൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഇസഡ്, എന്നിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യാം. സോ ഡിഫറൻഷിയേറ്റിംഗ് ഫൈ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് വി ഗെറ്റ്, ഇതിൽ നിന്ന് ഡോ ഫൈ ബൈ ഡോ ഇസഡ് ചെയ്താൽ എന്താണ്? എക്സ് ക്യൂബ് കോൺസ്റ്റന്റ് ആണ് 0 പ്ലസ് വൈ സ്ക്വയർ ഇസഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ്. സോ വൈ സ്ക്വയർ ഇസ് എ കോൺസ്റ്റന്റ്, സെഡിന്റെ ഡെറിവേറ്റീവ് 1. സോ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ച് ഡാഷ് ഓഫ് ഇസഡ്. ഓക്കെ, ഡോ എച്ച് ബൈ ഡോ ഇസഡ് എന്നും എഴുതാം. ഓക്കെ, സോ ഇപ്പൊ എന്ത് കിട്ടി? ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് എച്ച് ഓഫ് ഇസഡ്. ബട്ട് വി ഹാവ്, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് എന്താണ്? ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ. സോ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ടിടത്തും വൈ സ്ക്വയർ ഉണ്ട്. സോ ഇത് തമ്മിൽ ഈക്വൽ ആയിരിക്കണം. വൈ സ്ക്വയറും വൈ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ഇസഡും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എച്ച് ഡാഷ് ഓഫ് ഇസഡ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ കമ്പയറിംഗ് ദിസ് വി ഗെറ്റ് എച്ച് ഡാഷ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 0. സോ എന്താണ്? ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് എന്നാണ് അതിന്റെ മീനിങ്. സോ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഈസ് എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. സോ നമുക്ക് എന്തെടുക്കാം? എച്ച് ഈസ് ഈക്വൽ ടു, സോ ലെറ്റ് us take എച്ച് ഈസ് ഈക്വൽ ടു 0 സേ. നിങ്ങൾക്ക് എച്ച് ഒരു കോൺസ്റ്റന്റ് ആണ് ആയതുകൊണ്ട് തന്നെ എച്ചിന് ഏത് കോൺസ്റ്റന്റ് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് ജനറൽ ആയിട്ട് എടുക്കാൻ സാധിക്കും. അതാണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇൻ ജനറൽ എച്ച് ഈസ് ഈക്വൽ ടു സി. ജനറൽ ആയിട്ട് എഴുതിയാൽ സി എന്ന് കൊടുക്കാം. അങ്ങനാണെങ്കിൽ നമുക്ക് ഫൈ ആണ് വേണ്ടത്. എച്ച് സി എന്ന് കിട്ടിയാൽ ഫൈ എങ്ങനെ എഴുതാം? എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ ഇസഡ് പ്ലസ് സി എന്ന് എഴുതാം. ഓക്കെ, പക്ഷെ ഞാൻ ഇവിടെ കോൺസ്റ്റന്റ്, ആ കോൺസ്റ്റന്റിനെ 0 എന്ന് എടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും 1ഓ 2ഓ 3ഓ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ഞാനൊരു അല്ലെ സി എന്ന് പറഞ്ഞ് ജനറൽ ആയിട്ട് ഇവിടെ എടുത്തിട്ട് ബാക്കി പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാൻ ഒരു കാരണമുണ്ട്. കാരണം ഇപ്പം അത് ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഒരു സി വന്നാൽ നമുക്ക് ഈ വർക്ക് ഡൺ കണ്ടുപിടിക്കുമ്പോൾ 5 പോയിന്റ്സ് ഇവാലുവേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ഈ സി എന്ന് പറയുന്നത് ഇതിനകത്ത് വരും. അപ്പൊ നമുക്കൊരു നമ്പർ വാല്യൂ ആയിട്ട് അതിന്റെ ആൻസർ കിട്ടില്ല. ആൻസർ സിയിലായിരിക്കും വരിക. സോ അത് ഒഴിവാക്കാൻ വേണ്ടി, സോ നിങ്ങൾക്ക് സപ്പോസ് ഇപ്പൊ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് സി കൊടുത്ത് ഈ ഫംഗ്ഷൻ എഴുതി നിർത്താം. എനിക്കിപ്പോ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് എച്ച് കോൺസ്റ്റന്റ് ആണ്. സോ എനിക്ക് ഇഷ്ടമുള്ള ഒരു കോൺസ്റ്റന്റ് ഞാൻ കൊടുക്കുന്നു. 0 കൊടുത്താൽ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ഇനി അങ്ങോട്ട് എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ 0 കൊടുത്തു എന്നേ ഉള്ളൂ. സോ എച്ച് ആയിട്ട് 0 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫൈ എനിക്ക് എങ്ങനെ എഴുതാം? ഫൈ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ ഇസഡ് പ്ലസ് 0. സോ ഫൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ ഇസഡ് എന്ന് കിട്ടി. സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി? നമ്മൾ നേരത്തെ പറഞ്ഞു എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആണ്. അതിൽ ഫൈ നമ്മളിപ്പോൾ എന്താണെന്ന് കണ്ടുപിടിച്ചു. ഫൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ ഇസഡ് എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി 3x സ്ക്വയർ ഡി എക്സ് പ്ലസ് 2y dy പ്ലസ് വൈ സ്ക്വയർ ഡി സെഡ്. സോ അതിന് വേണ്ടിയിട്ടാണ് പൊട്ടൻഷ്യൽ, എഫിനെ ഒരു പൊട്ടൻഷ്യൽ, എഫ് ഹാസ് എ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിട്ട് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ എഫിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ ഫൈ കിട്ടുന്നുണ്ട് ആ രീതിയിൽ. സോ അതുകൊണ്ട് എഫിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കിട്ടി. ഇനി ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇതിനെ ഇന്റഗ്രൽ ഓവർ സി, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞു ഇതിനെ എഫ് ഡോട്ട് ഡി ആർ എന്ന് എഴുതാം. എഫ് നമ്മൾ ഏത് രീതിയിൽ എടുത്തു? 3x സ്ക്വയർ ഐ പ്ലസ് 2yz j പ്ലസ് വൈ സ്ക്വയർ കെ എന്ന് പറയുന്ന രീതിയിൽ എഴുതിയാൽ ഇത് എഫ് ഡോട്ട് ഡി ആർ ആണ്. സോ ഇതിനെ മാറ്റി ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് എഴുതി. ഇനി ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് വർക്ക് ഇന്റഗ്രൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ, എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. സോ ഫണ്ടമെന്റൽ തിയറം ഓഫ് വർക്ക് ഇന്റഗ്രൽസ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ അത് വെച്ചിട്ട് എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആണല്ലോ. സോ ഇതിനെ ഇന്റഗ്രൽ ഓവർ സി ഡെൽ ഫൈ ഡോട്ട് ഡി ആർ എന്ന് എഴുതാം. ഇനി ഫണ്ടമെന്റൽ തിയറം ഓഫ് വർക്ക് ഇന്റഗ്രൽസ് വെച്ചിട്ട് ഈ ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഫൈ ഓഫ് x1 y1 z1 മൈനസ് ഫൈ ഓഫ് x0 y0 z0. ഓക്കെ, ഇനി ആ പോയിന്റ്സ് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ പോവുക. ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന പോയിന്റ് എന്താണ്? x0 y0 z0 ആയിട്ട് എടുക്കണം. രണ്ടാമത്തെ പോയിന്റ് ആണ് x1 y1 z1. സോ 1 മൈനസ് 1 7 ആണ് x1 y1 z1. 0 1 2 x0 y0 z0ന്റെ പൊസിഷനിൽ പോകും. സോ അതുകൊണ്ട് തന്നെ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കും? ഫൈ ഓഫ് 1 മൈനസ് 1 7 മൈനസ് ഫൈ ഓഫ് 0 1 2. ഇനി ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? നമ്മൾ അതിനാണ് ഫൈ കണ്ടുപിടിച്ചത്. സോ ഫൈ എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ ഇസഡ് ആണ്. സോ ദാറ്റ് ഈസ് എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ ഇസഡ് ഇവാലുവേറ്റഡ് അറ്റ് 1 മൈനസ് 1 7 മൈനസ് എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ ഇസഡ് ഇവാലുവേറ്റഡ് അറ്റ് 0 1 2. എക്സിനും വൈനും ഇസഡിനും വാല്യൂസ് കൊടുക്കുന്നു. അതായത് 1 ക്യൂബ് പ്ലസ് മൈനസ് 1 സ്ക്വയർ ഇൻറ്റു 7 മൈനസ് 0 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 2. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 6 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്നെടുത്തിട്ട് ഫൈ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ കണ്ടത്. ഇത് വെച്ച് നിങ്ങൾക്ക് ഇനിയും ഈ മെത്തേഡിൽ ഒരു പ്രോബ്ലം കൂടി വരുന്നുണ്ട്. ഓക്കെ, സോ ഈ പ്രോബ്ലം ക്ലിയർ ആണോ? ഈ ചെയ്തത് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയുവോ? എന്തെങ്കിലും വേണോ?
ക്ലിയർ ആണോ? അത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി. Clear ആയി miss. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്ക് പറയാം. വർക്ക് ഇന്റഗ്രൽസ് അലോങ് ക്ലോസ്ഡ് പാത്ത്. ഓക്കെ, അതായത് ഇത് ജസ്റ്റ് ഒരു തിയറം മാത്രമേ ഉള്ളൂ. ആ റിസൾട്ട് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, ആ റിസൾട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, കാരണം ഇത് വെച്ച് പ്രോബ്ലം ഒന്നും ചെയ്യാനൊന്നുമില്ല. സോ അതുകൊണ്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. വർക്ക് ഇന്റഗ്രൽസ് എലോങ് ക്ലോസ്ഡ് പാത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. വർക്ക് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ ഓവർ സി അഥവാ ഇന്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഡോട്ട് ഡി ആണ്. അവിടെ സി അഥവാ എയിൽ നിന്ന് ബിയിലേക്കുള്ള ആ പാത്ത് ഒരു ക്ലോസ്ഡ് പാത്ത് ആണെങ്കിൽ, അതായത് സർക്കിൾ പോലെയോ എനി ഷേപ്പ്, ഏത് ഷേപ്പിൽ വേണമെങ്കിൽ വരാം, പക്ഷെ അതൊരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം. ഓക്കെ, അല്ലാതെ നിങ്ങൾ കർവ് പ്ലോട്ട് ചെയ്യുന്ന പോലെ സാധാരണ പോലെയല്ല, ഒരു ക്ലോസ്ഡ് ആയിരിക്കണം ആ പാത്ത്. ഓക്കെ, സോ ആ രീതിയിൽ ഇപ്പം നിങ്ങൾ സാധാരണ നമ്മൾ എന്താണ് സർക്കിള് വരുന്ന പോലെ തന്നെ വരണം എന്നില്ല. ഇപ്പൊ ഇങ്ങനെ എങ്ങനെ ഇപ്പം ഓക്കെ ഇങ്ങനെ വരച്ചാൽ അത് സർക്കിൾ സ്ക്വയർ ഒക്കെ വരുള്ളൂ. ഓക്കെ, പോട്ടെ. നമ്മൾ ഏത് രീതി വരച്ചാലും അതൊരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം. അതായത് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ആയിരിക്കണം ആ ഫിഗറിന്റെ എൻഡിങ് പോയിന്റ്. അത്രേ ഉള്ളൂ. ഇപ്പൊ റെക്ടാംഗിൾ, സർക്കിള്, സ്ക്വയർ, ഇതെല്ലാം എന്താണ്? ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ്. അതേപോലെ ഒരു പർട്ടിക്കുലർ ഷേപ്പ് വരണം എന്നില്ല, ഇറഗുലർ ഷേപ്പും വരാം, പക്ഷെ ക്ലോസ്ഡ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. സോ അങ്ങനെയുള്ള പാത്തിൽ വർക്ക് ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. If f of xyz, g of xyz and h of xyz are continuous functions on some open connected region D, then the following statements are equivalent. അതായത് 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇത് മൂന്നും ഇക്വലന്റ് ആണെന്നാണ് പറയുന്നത്. ഇക്വലന്റ് മീൻസ് ഒന്നെങ്കിൽ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ഫോൾസ് ആയിരിക്കും. അതായത് ഒരുമിച്ച് അത് നടക്കുകയുള്ളൂ. ഒന്നെങ്കിൽ ഒരെണ്ണം ട്രൂ ആണെങ്കിൽ എല്ലാം ട്രൂ ആയിരിക്കും, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആണെങ്കിൽ എല്ലാം ഫോൾസ് ആയിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ 3 ഫംഗ്ഷൻസ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക. ആ ഫംഗ്ഷൻസ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്തൊരു വെക്ടർ ഫംഗ്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ. സോ ഈ വെക്ടർ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. എഫ് ഇസ് എ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്ന ഇതാണ്. എഫ് ഇസ് എ കൺസർവേറ്റീവ് ഫീൽഡ് ഓൺ ദ റീജിയൻ ഡി. എഫ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. അതായത് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ഫോർ സം ഫംഗ്ഷൻ ഫൈ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ നോക്കുക. Integral over C f dot dr is equal to 0 for every piecewise smooth closed curve C. അതായത് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ക്ലോസ്ഡ് കർവ് ആണ്, അത്ര ഓർത്താൽ മതി. പീസ് വൈസ് സ്മൂത്ത് എന്നൊക്കെ പറയുന്ന പ്രോപ്പർട്ടി ഒന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. പീസ് വൈസ് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബ്രേക്ക് ഒന്നും ഇല്ല എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ക്ലോസ്ഡ് കർവിൽ ബ്രേക്ക് വരില്ലല്ലോ. ഓക്കെ, സോ ഒരു ക്ലോസ്ഡ് കർവ് ആണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ കർവില് വർക്ക് ഡൺ, വർക്ക് ഇന്റഗ്രൽ ആണ് ഇത്, ഇന്റഗ്രൽ ഓഫ് സി എഫ് ഡോട്ട് ഡി ആണ്. അത് ഇവാലുവേറ്റ് ചെയ്താൽ 0 ആയിരിക്കും. ഓക്കെ, അതായത് ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഏതൊരു ക്ലോസ്ഡ് കർവ് എടുത്തിട്ട് വർക്ക് ഇന്റഗ്രൽ ഓഫ് സി എഫ് ഡോട്ട് ഡി ആർ ചെയ്താലും അത് 0 ആയിരിക്കും. ഓക്കെ, ഇനി ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ എന്താണ്? മൂന്നാമത്തെ കണ്ടീഷനും ട്രൂ ആയിരിക്കും. എന്താണ്? Integral over C f dot dr is independent of the path from any point P in D to any point Q in D for every piecewise smooth curve C in D. അതായത് എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. അതേപോലെ എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി, ഏതൊരു ക്ലോസ്ഡ് പാത്തിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇവാലുവേറ്റ് ചെയ്താലും അത് 0 ആയിരിക്കും. അതേപോലെ ഈ ഇന്റഗ്രല് എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ആയിരിക്കും. കാരണം എന്താ? നമ്മൾ ഓൾറെഡി അല്ല ഇൻഡിപെൻഡന്റ്. ഓക്കെ, സെക്കൻഡ് കണ്ടീഷനകത്ത് ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് കർവ് ഉണ്ട്. ഈ തേർഡ് കണ്ടീഷനിൽ ഈ കർവ് ക്ലോസ്ഡ് കർവ് ആയിരിക്കണം എന്ന് പറയുന്നില്ല. ഏതൊരു കർവിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇവാലുവേറ്റ് ചെയ്താലും എന്താണ്? അത് പാത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? ഈ ഇന്റഗ്രലിന്റെ വാല്യൂ സെയിം ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഇത്രയും ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഈ 3 കണ്ടീഷൻസും ഇക്വലന്റ് ആണ്. അതായത് എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ ഏതൊരു ക്ലോസ്ഡ് കർവിലും വർക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താലും അത് 0 ആയിരിക്കും. അതേപോലെ ഏത് കർവില് വർക്ക് ഡൺ ഇവാലുവേറ്റ് ചെയ്താലും അതിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അതായത് ആ ഇന്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. സോ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്ത ജസ്റ്റ് ഒരു ഡെഫിനിഷനും അതിന്റെ 2 പ്രോബ്ലം കൂടി ഉള്ളൂ. നമുക്ക് അതും കൂടെ ഡിസ്കസ് ചെയ്ത് നിർത്തിയേക്കാം. ഓക്കെ, കാരണം ഇത് വളരെ സിമ്പിൾ പോർഷൻസ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ 2 ക്ലാസ് ആയിട്ടൊന്നും വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കാത്തത്. സോ നോക്കുക, ഫൈൻഡിങ് പൊട്ടൻഷ്യൽസ് ഫോർ കൺസർവേറ്റീവ് ഫീൽഡ്സ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ അതിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തായിരുന്നു. നമുക്ക് എന്താണ്? നമ്മളൊരു പ്രോബ്ലത്തിൽ നമ്മൾ ഫൈ കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ കണ്ടായിരുന്നു. അതേ ഉള്ളൂ. എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എഴുതാം.
ആ കേസിലാണ് ഫൈയെ നമ്മൾ എന്ത് വിളിക്കുക, പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. സോ ഫൈ കണ്ടുപിടിക്കുക, അതാണ് ഫൈൻഡിങ് പൊട്ടൻഷ്യൽ ഫോർ കൺസർവേറ്റീവ് ഫീൽഡ്. അതായത് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആവുന്ന കേസിൽ ആ ഫൈ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ താഴെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിനകത്ത് ഫസ്റ്റ് കാര്യമാണ് ദ കമ്പണന്റ് ടെസ്റ്റ് ഫോർ കൺസർവേറ്റീവ് ഫീൽഡ്. അതായത് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ഫീൽഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, കമ്പണന്റ് ടെസ്റ്റ് ഫോർ കൺസർവേറ്റീവ് ഫീൽഡ്. ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ഫീൽഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റിനെയാണ് ഇവിടെ പറയുന്നത്. കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്കൊരു ടെസ്റ്റ് വെച്ചിട്ട് പറയാൻ സാധിക്കും. സോ അതാണ് ഇവിടെ പറയുന്ന ടെസ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എടുക്കുന്നു. എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ ബി എ ഫീൽഡ് ഹുസ് കമ്പണന്റ് ഫംഗ്ഷൻസ് ഹാവ് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അതായത് ഈ എഫും ജിയും ഈ എച്ചിനും എല്ലാം കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കണം. അതായത് എന്താണ്, എഫിന് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു ഇസഡ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും, അത് എക്സിസ്റ്റ് ചെയ്യണം. അതേപോലെ ജിക്കും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം, ഇതെല്ലാം എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടാവുന്ന കേസിൽ, അതായത് ഇത്രയേ ഉള്ളൂ, എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നു, ഈ ഫംഗ്ഷൻസിന്റെ എല്ലാം പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് ഏത് വേരിയബിൾ വെച്ച് വേണമെങ്കിലും ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കണം. അതായത് അത് എക്സിസ്റ്റ് ചെയ്യുന്ന കേസ് ആയിരിക്കണം. അങ്ങനത്തെ കേസേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് ആ കണ്ടീഷന് അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏത് ക്വസ്റ്റിനകത്തും ഈ എഫും ജിയും ഇസഡിന്റെ ഒക്കെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഫംഗ്ഷൻസ് ആയിരിക്കും തരിക. ഓക്കെ, ദെൻ അങ്ങനെ ആണെങ്കിൽ എഫ് ഇസ് കൺസർവേറ്റീവ്. എഫ് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റാണ് ഞാൻ പറഞ്ഞു. എപ്പോഴാണ് എഫ് കൺസർവേറ്റീവ് ആവുന്നത്? എഫ് ഇസ് കൺസർവേറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡോ എഫ് ബൈ ഡോ വൈ, ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണ്. ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ എക്സ് ആൻഡ് ഡോ ജി ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ വൈ. സോ ഈ മൂന്ന് കണ്ടീഷൻസ് കാണാതെ പഠിക്കണം. എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ, എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ തിരിച്ചു ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ എഫ് കൺസർവേറ്റീവ് ആയിരിക്കും. സോ നമുക്ക് ഇത് വെച്ച് എഫ് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ ആണെങ്കിൽ എന്താണ്, എഫ് കൺസർവേറ്റീവ് ആയിരിക്കും, എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങനെയുള്ള കേസിൽ ഫൈ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമെന്നാണ് നേരത്തെ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടത്. ആ രീതിയിൽ ഒരു പ്രോബ്ലം കൂടി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി ഈ ടെസ്റ്റ് പറയാം. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തരും. സോ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി, എഫ് ഇസ് കൺസർവേറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം കേട്ടോ. ഡോ എഫ് ബൈ ഡോ വൈ, ഡോ ജി ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ ഇസഡ്, ഇത് ഓരോന്നും ഇവാലുവേറ്റ് ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ്, ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈയും പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു എക്സും ഈക്വൽ ആയിരിക്കണം. അതേപോലെ ഇത് രണ്ടും. ഓക്കെ, ഈ ടെസ്റ്റ് ഓക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഓക്കെ ഇപ്പം ഓക്കെ ഒരു കാര്യം കൂടെ ഇവിടെ പറയാൻ ശ്രദ്ധിക്കുക. ഈ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഫോം ഞാൻ ഇത് പറഞ്ഞല്ലോ, ഇത് ആക്ച്വലി 3 സ്പേസിലാണ്, എക്സും വൈയും സെഡും വരുന്ന സ്പേസിലെയാണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ജനറൽ ഫോം ആണിത്. ഇനി 2 സ്പേസ് ആണെങ്കിൽ എക്സും വൈയും മാത്രം ഉള്ള എക്സ് വൈ സ്പേസിലെ ജനറൽ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനെയാണ് ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത്. ആ കേസിൽ ഈ കണ്ടീഷൻ എന്താണ്? ഇൻ 2 സ്പേസ് ജനറൽ ഫോം ഓഫ് എ വെക്ടർ ഫംഗ്ഷൻ ആണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഇസഡ് വരത്തില്ല, കാരണം എക്സ് വൈ മാത്രമേ ഉള്ളൂ. സോ എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ, കെയുടെ കമ്പോണന്റ് ഇല്ല 2 സ്പേസിലാകുമ്പോൾ. സോ ഇതാണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ജനറൽ ഫോം ഒരു 2 സ്പേസിൽ. ഒരു 2 സ്പേസിലെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആകുന്ന എപ്പോഴാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഫ് ഇസ് കൺസർവേറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ ഫസ്റ്റ് കണ്ടീഷൻ, ഈ 3 സ്പേസിൽ പറഞ്ഞ 3 കണ്ടീഷൻസിലെ ഒരേ ഒരു കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി 2 സ്പേസിൽ. അതായത് ഡോ എഫ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് ആണെങ്കിൽ എഫിനെ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് വിളിക്കും 2 സ്പേസിൽ. ഓക്കെ, കാരണം എന്താ, ഫസ്റ്റ് കണ്ടീഷൻ മാത്രം മതി എന്ന് പറയാൻ കാരണം എന്താ, ഈ സെക്കൻഡ് കണ്ടീഷനും തേർഡ് കണ്ടീഷനും നിങ്ങൾ നോക്കുക, അതിനകത്തെല്ലാം പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ഉണ്ട്. പക്ഷെ 2 സ്പേസിൽ വരുമ്പോൾ സെഡ് എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ 2 സ്പേസിൽ അത് കൺസർവേറ്റീവ് ആവും. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. Show that f is equal to 2x minus 3i minus zj plus cos zk is not conservative. സോ ഒരു ഫീൽഡ് തന്നിട്ടുണ്ട്, ഇത് കൺസർവേറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ്. സോ എന്താണ് കമ്പണന്റ് ടെസ്റ്റ് ഫോർ കൺസർവേറ്റീവ്, നമ്മൾ കൺസർവേറ്റീവ് ഫീൽഡ് നോക്കണം.
അതായത് എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആവുന്നത്? ഇതൊരു 3 സ്പേസിലെ ഫംഗ്ഷനാണ്. ഐ ജെ കെ 3 കമ്പണൻസ് ഉണ്ട്. സോ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഞാനിവിടെ അതിനുവേണ്ടി എഫും ജിയും എച്ചും ഇവിടുന്ന് എഴുതുകയാണ്. എഫ് എന്ന് പറഞ്ഞാൽ ഐയുടെ കമ്പണന്റ്. സോ വി അപ്ലൈ കമ്പണന്റ് ടെസ്റ്റ്. എഫ് എന്ന് പറഞ്ഞാൽ ഐയുടെ കമ്പണന്റ് 2x - 3. ജി ഇവിടെ എന്താണ്? ജെയുടെ കമ്പണന്റ്. സോ -z. അതേപോലെ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ കെയുടെ കമ്പണന്റ്. അതെന്താണ്? കോസ് z. സോ എന്ത് കിട്ടി? എഫും ജിയും എച്ചും നമ്മൾ എഴുതി. അതിനുശേഷം എന്താണ് നമുക്ക് ഫസ്റ്റ് ആദ്യം എന്താണ് നോക്കേണ്ടത്? ഡോ എഫ് ബൈ ഡോ വൈ ഡോ ജി ബൈ ഡോ എക്സ് ഇവാലുവേറ്റ് ചെയ്യുക. അത് ഈക്വൽ ആണോ എന്ന് നോക്കുക. സോ അതാണ് ചെയ്യാൻ പോകുന്നത്. ഡോ എഫ് ബൈ ഡോ വൈ, എഫിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുത്താൽ എന്താണ് ഇത്? 2x - 3 വൈ ഇല്ല. സോ ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. അതേപോലെ ഡോ ജി ബൈ ഡോ എക്സ്, ജിക്കകത്ത് എക്സ് ഇല്ല. സോ -z ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സോ ഡോ എഫ് ബൈ ഡോ വൈയും ഡോ ജി ബൈ ഡോ എക്സ് രണ്ടും 0 ആണ്. സോ അത് രണ്ടും ഈക്വൽ ആണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണം. എന്താണ്? ഡോ എഫ് ബൈ ഡോ ഇസഡും ഡോ എച്ച് ബൈ ഡോ എക്സും ഈക്വൽ ആണ്. സോ ഈ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇവാലുവേറ്റ് ചെയ്യുന്നു. എഫ് എന്താണ്? 2x - 3. അതിനകത്ത് ഇസഡ് ഇല്ല. സോ എന്ത് വരും? ഡോ എഫ് ബൈ ഡോ ഇസഡ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. പിന്നെന്താണ് വേണ്ടത്? ഡോ എച്ച് ബൈ ഡോ എക്സ് ആണ്. എച്ചിന്റെ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എച്ചിനകത്ത് എക്സ് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഡോ എച്ച് ബൈ ഡോ എക്സും എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. സോ രണ്ടും 0 ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആണ്. സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. സോ നമുക്ക് തേർഡ് കണ്ടീഷൻ നോക്കാം. തേർഡ് കണ്ടീഷൻ എന്താണ്? ഡോ ജി ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ വൈ. ഓക്കെ, അത് നോക്കാൻ പോവാണ്. ഡോ ജി ബൈ ഡോ ഇസഡ്, ഡോ ജി ബൈ ഡോ ഇസഡ്. സോ ജിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. സോ ഡോ ജി ബൈ ഡോ ഇസഡ് -1. അതേപോലെ ഡോ എച്ച് ബൈ ഡോ വൈ എടുക്കണം. ഡോ എച്ച് ബൈ ഡോ വൈ, എച്ചിനകത്ത് വൈ ഇല്ല. സോ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഡോ എച്ച് ബൈ ഡോ വൈ 0 എന്ന് കിട്ടി. ഇത് രണ്ടും ഈക്വൽ അല്ല. ഒന്ന് -1 ഒന്ന് 0 ആണ്. സോ ഇത് രണ്ടും നോട്ട് ഈക്വൽ ആണ്. സോ അതുകൊണ്ട് തന്നെ എഫ് നോട്ട് കൺസർവേറ്റീവ് ആണ്. എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണമായിരുന്നു. മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എഫ് നോട്ട് കൺസർവേറ്റീവ് ആണ്. ഓക്കെ, സോ അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഈ കമ്പണന്റ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. എഫ് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാലും എന്താണ്? കമ്പണന്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ആ കേസിൽ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. എഫ് കൺസർവേറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണെങ്കിൽ എന്താണ്? ഏതെങ്കിലും ഒരെണ്ണം വയലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ക്ലിയർ ആണോ ഇത്? ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ അറിയാലോ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇത് ഇനിയിപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുകൊണ്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഷോ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് വൈ ഇസഡ് ഐ പ്ലസ് എക്സ് ഇസഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ ജെ പ്ലസ് എക്സ് വൈ പ്ലസ് ഇസഡ് കെ. അതായത് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഐ ജെ കെ കമ്പണൻസ് വരുന്നത്. Okay, it can be evaluated that is conservative and find a potential function for it. അതായത് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഷോ ദാറ്റ് എഫ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ദാറ്റ് ഈസ് കൺസർവേറ്റീവ്. അതായത് എഫ് കൺസർവേറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ. സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് കൺഫ്യൂഷൻ വരരുത്. എന്താണ്? ഷോ ദാറ്റ് എഫ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ദാറ്റ് ഈസ് കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫ് കൺസർവേറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. എഫ് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താണ്? കമ്പണന്റ് ടെസ്റ്റ് വെച്ചിട്ട് ആ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ എഫ് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? ആൻഡ് ഫൈൻഡ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ ഇറ്റ്. എഫ് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ, എഫ് കൺസർവേറ്റീവ് മീൻസ് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. സോ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഏതാൽ ഫൈ എന്താണ്? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ ആ എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എക്സ്പ്രസ് ചെയ്യാം. അതിനകത്ത് ഫൈ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, ഫൈ കണ്ടുപിടിക്കാം. സോ എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഫൈ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം കണ്ടത്. ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിലെ പോലെയാണ്. സ്മോൾ എഫ് സ്മോൾ ജി സ്മോൾ എച്ച് എടുത്തെഴുതുന്നു. ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പണൻസ്. എന്നിട്ട് ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഡോ എഫ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് എന്നാണ്. അതിനുവേണ്ടി ഡോ എഫ് ബൈ ഡോ വൈ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഡോ എഫ് ബൈ ഡോ വൈ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? എഫ് ഇ റൈസ് ടു എക്സ് കോസ് വൈ. സോ ഇ റൈസ് ടു എക്സ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ് ആണ്. കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ വരും. സോ മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ പ്ലസ് എന്താണ് അടുത്ത്? വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സെഡ് കോൺസ്റ്റന്റ് ആണ്. സെഡ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 വരും. സോ അതാണ് ഇങ്ങനെ വന്നത്.
ഇനി അടുത്ത ഡോ ജി ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? സെഡ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സൈൻ വൈ കോൺസ്റ്റന്റ് ആണ്, ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്. സോ അതാണ് ഡോ ജി ബൈ ഡോ എക്സ് ഇങ്ങനെയാണ്. രണ്ടും സെയിം അല്ലേ? ഇത് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ പ്ലസ് സെഡ്, ഇതും അത് തന്നെയല്ലേ? സെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ. സോ രണ്ടും ഈക്വൽ ആണ്. സോ സെക്കൻഡ് കണ്ടീഷൻ നോക്കുന്നു, ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇവാലുവേറ്റ് ചെയ്താൽ ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് 0, സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് y വരും. അതേപോലെ ഡോ എച്ച് ബൈ ഡോ എക്സ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാം. സോ അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഒരുപാട് പോകുന്നില്ല. സോ ആ ഡോ എഫ് ബൈ ഡോ ഇസഡ് ഡോ എച്ച് ബൈ ഡോ എക്സ് ഇവാലുവേറ്റ് ചെയ്യുന്നു. രണ്ടും സെയിം ആണ്, രണ്ടും y ആണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ രണ്ടും ഈക്വൽ ആണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ഡോ ജി ബൈ ഡോ ഇസഡും ഡോ എച്ച് ബൈ ഡോ വൈയും ഈക്വൽ ആണോ എന്നുള്ളതാണ്. ഡോ ജി ബൈ ഡോ ഇസഡ് എടുക്കുമ്പോൾ എക്സ് കിട്ടും, ഡോ എച്ച് ബൈ ഡോ വൈ എടുക്കുമ്പോൾ എക്സ് തന്നെയാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആണ്. മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. സോ അതുകൊണ്ട് തന്നെ എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണ് കിട്ടി. ഇനി ഈ സ്റ്റെപ്സിലോ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴോ ഒക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ടെലിഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്ന് പ്രൂവ് ചെയ്തു. നമുക്കിനി എന്താണ് എഫിന്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷനും കൂടെ കണ്ടുപിടിക്കണം. സോ എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ബൈ ഡെഫിനിഷൻ ഓഫ് എ കൺസർവേറ്റീവ് ഫീൽഡ് നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ ബൈ ദ ഡെഫിനിഷൻ ഓഫ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നമുക്ക് എന്ത് പറയാം? എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് കിട്ടും. വേർ ഫൈ ഇസ് ദ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. സോ പൊട്ടൻഷ്യൽ ഫംഗ്ഷനായി ഫൈ ഇവാലുവേറ്റ് ചെയ്യണം. സോ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ എന്താണ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ. ഈ ഇക്വേഷനിൽ എഫും ഡെൽ ഫൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ എഫ് എന്താണ്? എഫ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഈ വലിയ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, സ്റ്റെപ്സ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. സോ എഫിന് പകരം എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ. ഇവിടെ ഡെൽ ഫൈ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽ ഫൈ എന്താണ്? ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ബൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എഫ് ആ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ഐ ജെ കെയുടെ കമ്പണൻസ് രണ്ട് സൈഡിലും ഇക്വേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു സം ക്വാണ്ടിറ്റി, ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഒരു ക്വാണ്ടിറ്റി, ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു ഒരു ക്വാണ്ടിറ്റി. ഈ മൂന്ന് ഇക്വേഷൻസ് വെച്ചിട്ട് ഫൈ ഇവാലുവേറ്റ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു, ഡോ ഫൈ ബൈ ഡോ എക്സ്. അതെടുത്തിട്ട് എന്താണ്? അത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അതിൽ നിന്ന് ഫൈ കണ്ടുപിടിക്കണമെങ്കിൽ റിവേഴ്സ് പ്രോസസ് ചെയ്യണം. സോ ഇന്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, ഇന്റഗ്രേറ്റ് ഡോ ഫൈ ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഫൈ എന്നാവും. സോ ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, കാരണം സം ഓഫ് ടു ഫംഗ്ഷൻസ് ആണ്. പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഇവിടെ ഡി എക്സ് കൊടുക്കും. സോ ഇവിടെ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് ഫംഗ്ഷനെ കോസ് വൈ, വൈ ആണ് വേരിയബിൾ വന്നിരിക്കുന്നത്. സോ ആ ഫംഗ്ഷനെ ഞാൻ ഔട്ട് സൈഡ് എടുക്കുക, അത് കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ്. അടുത്തത് എന്താണ്? വൈ ഇസഡ്. ഡി എക്സ് വെച്ചിട്ട് എക്സ് വെച്ചില്ലേ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ വൈ ഇസഡ് കോൺസ്റ്റന്റ് ആണ്, പ്ലസ് വൈ ഇസഡ് ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ് വരും. സോ ഇതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ എന്ത് കൊടുക്കണം? ഫൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. ഫൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും സെഡ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്തായിരിക്കും? ജി ഓഫ് വൈ സെഡ്. ഓക്കെ, സോ ഫൈ കിട്ടി. ഇനി അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുക, എന്നിട്ട് ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാം. സോ ഈ ഫൈയുടെ ഡെറിവേറ്റീവ് ഞാൻ വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുകയാണ്. സോ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ, ഫൈയെ. സോ എന്ത് കിട്ടും? ഡോ ഫൈ ബൈ ഡോ വൈ എനിക്ക് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഡെറിവേറ്റീവ് എടുക്കാൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ PDF നോട്ട്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഫൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുന്നു. അപ്പോൾ ജിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? ഡോ ജി ബൈ ഡോ വൈ. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി ഡോ ഫൈ ബൈ ഡോ വൈ നമ്മുടെ കയ്യിലുണ്ട്. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഈ മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ ബൈ എക്സ് ഇസഡ്, ഇത് രണ്ടും ഇതിനകത്തും ഉണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ടേം ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ ഇതിനകത്ത് ആ ടേം ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഡോ ജി ബൈ ഡോ വൈ എന്ന് പറയുന്ന ടേം 0 എന്ന് കിട്ടും കമ്പയർ ചെയ്യുമ്പോൾ. ഡോ ജി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതിൽ നിന്ന് ജി ഇവാലുവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുമല്ലോ, സോ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ജി ആണ് കിട്ടുക. ഇപ്പുറത്തെ സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അല്ലേ കിട്ടുള്ളൂ. സോ അതുകൊണ്ട് എന്താണ്? ജി ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്തായിരിക്കും? ജി എ വിത്ത് റെസ്പെക്ട് ടു, ജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് ഇസഡ് ആണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്താൽ കോൺസ്റ്റന്റിനകത്ത് എന്ത് വരും? സെഡ് എന്ന് പറയുന്ന വേരിയബിൾ വരും. അത് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ അങ്ങനെ തന്നെ എടുത്തത്. സോ ജി ഈസ് ഈക്വൽ ടു എന്താണ്? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനായി എച്ച് ഓഫ് സെഡ് കിട്ടും. ഒന്നെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ കിട്ടും എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു രീതിയിലാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്താണ്? ജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് ഇസഡ് ആണ്. സോ നമ്മൾ ജി എ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ 0 കിട്ടി. അതായത് ജിക്കകത്ത് ഇസഡ് മാത്രമല്ലേ ഉള്ളൂ, ഇസഡിന്റെ ഫംഗ്ഷൻ മാത്രമല്ലേ ജി. അതുകൊണ്ടല്ലേ വിത്ത് റെസ്പെക്ട് ടു വൈ അതിന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് 0 കിട്ടിയത്.
സോ അങ്ങനെ ആ രീതിയിൽ ആലോചിച്ചാലും എന്ത് കിട്ടും? ജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് സെഡ് അലോൺ ജി ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് സെഡ് ഫോർ സം ഫംഗ്ഷൻ എച്ച് എന്ന് കിട്ടും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രേറ്റ് ചെയ്താൽ ജി ഈസ് ഈക്വൽ ടു സീറോയുടെ ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ സീറോ ഡി വൈ എന്ന് പറഞ്ഞാൽ അതെന്താണ്? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ മാത്രം വരും. അതിവിടെ എച്ച് ഓഫ് സെഡ് എന്ന് കൊടുക്കാം. സോ ജി ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് സെഡ്. ആ രീതിയിൽ വേണമെങ്കിലും ആലോചിക്കാം. സോ ജി കിട്ടി. നമ്മൾ അതിവിടെ നമ്മൾ 5 ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സോ അവിടെ ജി ഓഫ് വൈ സെഡ് ജി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് എക്സ് വൈ സെഡ് പ്ലസ് എച്ച് ഓഫ് ഇസഡ് ആണ് ജി. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി എന്താണ്? മൂന്നാമത്തെ ഒരു ഇക്വേഷൻ കൂടെ നമ്മുടെ കയ്യിലുണ്ട്, ഡോ ഫൈ ബൈ ഡോ ഇസഡ്. അത് ഉപയോഗിച്ച് എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് കമ്പയർ ചെയ്യണം. സോ അതിന് വേണ്ടി ഡോ ഫൈ ബൈ ഡോ ഇസഡ് ചെയ്യുന്നു. ഈ ഫൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുന്നു. സോ അപ്പോൾ എക്സ് വൈ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ഇസഡ് എന്ന് കിട്ടുന്നു. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഇക്വേഷൻ ഇതാണ്, ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് ഇസഡ്. ഇത് നമ്മൾ കമ്പയർ ചെയ്താൽ എക്സ് വൈ രണ്ടിടത്തും ഉണ്ട്. പിന്നെ എന്താണ്? എച്ച് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ആയിരിക്കണം. ഓക്കെ, സോ എച്ച് ഡാഷ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സെഡ്. സോ എന്താണ്? എച്ച് ഡാഷ് ഓഫ് സെഡിൽ നിന്ന് എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു സെഡ്. സോ ഇന്റഗ്രൽ എച്ച് ഡാഷ് സെഡ് ഡി സെഡ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സെഡ് ഡി സെഡ്. ഇന്റഗ്രൽ എച്ച് ഡാഷ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ഓഫ് സെഡ് ആണ്. എച്ച് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ബൈ 2 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി കൊടുക്കുന്നു. സോ എച്ച് നമുക്ക് കിട്ടി. സോ ഇവിടെ ഫൈക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5 കിട്ടും. സോ 5 എന്ത് കിട്ടും? ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് എക്സ് വൈ സെഡ് പ്ലസ് സെഡ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഓക്കെ, സ്റ്റെപ്സിൽ എന്തെങ്കിലും സംശയം നിങ്ങൾ PDF നോക്കിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.